മാന്യ സദസ്സിന് വന്ദനം. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുക. ഈ സമയം വിശുദ്ധ തോമാസ് ശ്ലീഹായെക്കുറിച്ച് ഏതാനും വാക്കുകൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. യൂറോപ്പിലേക്ക് വിശ്വാസമെത്തുന്നതിന് മുൻപ് ഇന്ത്യയിലേക്ക് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വെളിച്ചവുമായി അപ്പസ്തോലൻ വന്നു എന്ന ആ മഹത്തായ പാരമ്പര്യം അത് നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്ന ഒരു പറ്റം മാർത്തോമ ക്രിസ്ത്യാനികളാണ് നാം. വിശ്വാസികളുടെ പിതാവായ വിശുദ്ധ തോമാസ് ശ്ലീഹായെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിലൂടെ നമുക്ക് ലഭിച്ച വിശ്വാസ വെളിച്ചത്തിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമാണ് സുവിശേഷങ്ങളിൽ വിശുദ്ധ തോമാസ് ശ്ലീഹായെ പരാമർശിച്ചിരിക്കുന്നത്. ലാസറിനെ ഉയർപ്പിക്കാൻ യൂദായിലേക്ക് പോകുന്ന അവസരത്തിൽ മറ്റു ശിഷ്യന്മാർ ഭയന്ന് പിന്മാറാൻ തുടങ്ങുമ്പോൾ നമുക്കും അവനോടുകൂടി പോയി മരിക്കാമെന്ന് സധൈര്യം പ്രഖ്യാപിക്കുന്ന ധീരനായ തോമാസ് ശ്ലീഹ ക്രൈസ്തവന്റെ പ്രേക്ഷിത ജീവിതത്തിന് ഉദാത്ത മാതൃകയാണ്. ഉദ്ധാനത്തിന് ശേഷം തൻ്റെ അസാന്നിധ്യത്തിൽ മറ്റു ശിഷ്യന്മാർക്ക് മിശിഹ പ്രത്യക്ഷനായ വാർത്ത കേൾക്കുമ്പോൾ സ്നേഹം കൊണ്ട് ശാഠ്യം പിടിക്കുന്ന വിശുദ്ധ തോമാസ് ശ്ലീഹായെ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നാം കണ്ടുമുട്ടുന്നു. ഈശോയോട് ആത്മബന്ധം സൂക്ഷിച്ച തോമാസ് ശ്ലീഹായെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസ വഴികളിൽ നമുക്ക് മാതൃകയാക്കാം. അദ്ദേഹത്തെ പോലെ കർത്താവിനെ അഗാധമായി സ്നേഹിക്കാനും അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.